നമസ്കാരമുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകണമെന്ന് അറിയോ? മാതള നാരങ്ങയില്ലേ, നമ്മുടെ ഈ പോമഗ്രാനൈറ്റ്, അത് വെച്ചിട്ടൊരു അടിപൊളി പച്ചടി. നമ്മുടെ കടുകൊക്കെ അരച്ച് തേങ്ങയും കടുകൊക്കെ വെച്ചത് അടിപൊളിയാണ്, ഒരു വെറൈറ്റി ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അല്ലേ? അപ്പോൾ നമുക്കിതിൽ ആദ്യമേ കുറച്ച് തേങ്ങ ചിരവിയെടുക്കണം. അപ്പോൾ ആ തേങ്ങ നമ്മളിതിലിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം നമുക്ക് കടുക് ഇതിലിടാം കേട്ടോ. ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കടുകും തേങ്ങയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ കുറച്ച് കടുക് ഇട്ടിട്ട് നന്ന് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് ചുമന്ന മുളകും കറിവേപ്പില ഇട്ടിട്ട് ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളതെല്ലാം വറുത്തിട്ടുണ്ട്. നമ്മളായിരിക്കും എന്ത് ചെയ്യണം, നമ്മൾ ആ പോമഗ്രാനൈറ്റ് ഇടുക, നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ കടുകും തേങ്ങയും കൂടെ അരച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ഇടാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിതിലേക്ക് എന്ത് ചെയ്യണം, ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളതെല്ലാം മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളവിടെ തൈര് ഇട്ട് വെച്ചിട്ടുണ്ട്. ആ തൈര് നമുക്കിതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് തൈര് ഇടുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, പോമഗ്രാനൈറ്റിന് പുളി ഉണ്ട് ഇതിന്. അതുകൊണ്ട് നമ്മൾ കുറച്ച് പുളിയില്ലാത്ത തൈരാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പുളിയില്ലാത്ത പോമഗ്രാനൈറ്റ് ആണെങ്കിൽ നമ്മൾക്ക് കുറച്ച് നല്ല പുളിയുള്ള തൈര് ഇട്ട് വെച്ചാൽ നല്ല രസമായിരിക്കും. ശരിക്കും ഇതിന് നല്ല പുളി വേണം, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റും കൂടി വരുള്ളൂ. അപ്പോൾ നമ്മുടെ പോമഗ്രാനൈറ്റ് പച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെന്താണെന്ന് വെച്ചാൽ ഈ പോമഗ്രാനൈറ്റ് ഇട്ടിട്ട് നമ്മളൊന്നും വേവിക്കണമൊന്നുമില്ല കേട്ടോ. പോമഗ്രാനൈറ്റ് നമ്മൾ തേങ്ങ തൈരൊന്നും ഇട്ടിട്ട് വേവിക്കണില്ല. അതിങ്ങനെ നമ്മളിങ്ങനെ കടിക്കുമ്പോൾ നല്ല രസമാണ്, നല്ല രസമാണ് കടിക്കുമ്പോൾ. കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് കരിവേപ്പിലയും